ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്താണ് എന്ന് നോക്കാം. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് അഥവാ ആഗോള മർദ്ദ മേഖലകൾ. സ്റ്റഡീസ് ഹാവ് റിവീൽഡ് ദാറ്റ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് മോർ ഓർ ലെസ് ദ സെയിം ബിറ്റ്വീൻ certain latitudes. Based on this, the Earth's surface is divided into different pressure belts. ചില ലാറ്റിറ്റ്യൂഡ്സുകൾക്കിടയിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഏറെക്കുറെ ഒരുപോലെയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ വിവിധ പ്രഷർ ബെൽറ്റുകൾ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെ വിവിധ പ്രഷർ ബെൽറ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്. ആ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സുകൾ ആകെ 7 എണ്ണമാണ്. അതിൽ ഹൈ പ്രഷർ ബെൽറ്റുകൾ 4 എണ്ണവും ലോ പ്രഷർ ബെൽറ്റുകൾ 3 എണ്ണവുമാണ്. ഏതൊക്കെയാണ് ഹൈ പ്രഷർ ബെൽറ്റുകൾ, ഏതൊക്കെയാണ് ലോ പ്രഷർ ബെൽറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രി. സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രി നോർത്ത്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 60 ഡിഗ്രി നോർത്ത്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് 90 ഡിഗ്രി നോർത്ത്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 30 ഡിഗ്രി സൗത്ത്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് 60 ഡിഗ്രി സൗത്ത്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് 90 ഡിഗ്രി സൗത്ത്. ഫിഗർ 2.5 ശ്രദ്ധിക്കുക. വേരിയസ് ടൈപ്സ് ഓഫ് പ്രഷർ ബെൽറ്റ്സുകളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രി. ഭൂമിയുടെ മധ്യഭാഗത്തുള്ള പ്രഷർ ബെൽറ്റാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രിയുടെ നോർത്ത് സൈഡിൽ, നോർത്ത് ഭാഗത്ത് 3 പ്രഷർ ബെൽറ്റുകളുണ്ട്. 2 ഹൈ പ്രഷർ ബെൽറ്റും 1 ലോ പ്രഷർ ബെൽറ്റും. അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ സൗത്ത് ഭാഗത്ത് 2 ഹൈ പ്രഷർ ബെൽറ്റും 1 ലോ പ്രഷർ ബെൽറ്റുമുണ്ട്. ടോട്ടൽ പ്രഷർ ബെൽറ്റുകൾ 7 എണ്ണമാണ്. ലോ പ്രഷർ ബെൽറ്റ് 3 എണ്ണവും ഹൈ പ്രഷർ ബെൽറ്റ് 4 എണ്ണവുമാണ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ രൂപപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ തെർമൽ ആൻഡ് ഡൈനാമിക് ഫോഴ്സസ് ആണ്. ഭൂമിയുടെ സർഫസിൽ, എർത്ത് സർഫസിൽ എല്ലായിടത്തും ഒരുപോലെയല്ല അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് നേരത്തെ നാം പഠിച്ചതാണ്. അതിന് ചില ഘടകങ്ങളുണ്ട് സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആഗോളതലത്തിൽ ഗ്ലോബലി പ്രഷർ ബെൽറ്റുകളിൽ ചേഞ്ച് വരാനുള്ള പ്രധാന റീസൺ തെർമൽ ആൻഡ് ഡൈനാമിക് ഫോഴ്സുകളാണ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടു. ഇനി ഓരോ പ്രഷർ ബെൽറ്റുകളെയും നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. ആദ്യമായി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രി. ദിസ് സോൺ ഈസ് വേർ ദ സൺറൈസ് ഫാൾസ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ഇയർ. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണിത്. ഹെൻസ് ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് സോൺ ഓൾ ത്രൂ ദ ഇയർ. വർഷം മുഴുവൻ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന പ്രദേശമായതുകൊണ്ട്, ലംബമായി പതിക്കുന്ന പ്രദേശമായതുകൊണ്ട് ഈ പ്രദേശത്ത് വളരെയധികം ചൂട് കൂടുതലായിരിക്കും. ആയതിനാൽ ദ എയർ എക്സ്പാൻസ് ഡ്യൂ ടു സൺസ് ഹീറ്റ് ആൻഡ് റൈസ് അപ്പ് ഓൺ എ മാസീവ് സ്കൈ. This is the reason for the low pressure experienced throughout this zone. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഏരിയയിൽ സൂര്യപ്രകാശം നേരിട്ട് വെർട്ടിക്കലി പതിക്കുന്നതിനാൽ അവിടെ ചൂട് വളരെയധികം കൂടുതലാണ്.
മാത്രമല്ല ചൂടേറ്റ വായു മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യും. അതിനെ ഡെൻസിറ്റി കുറഞ്ഞ് മുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്തു പോകുന്നത് കൊണ്ട് ഈ പ്രദേശം സദാസമയം ലോ പ്രഷർ ബെൽറ്റ് ആയി മാറുന്നു. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. അതിൻ്റെ ആകെ വ്യാപ്തി എത്രയെന്ന് ചോദിച്ചാൽ 10 ഡിഗ്രിയാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ അതിൻ്റെ വ്യാപ്തി 10 ഡിഗ്രിയാണ്. 0 ഡിഗ്രിയിൽ നിന്ന് നോർത്തിലേക്ക് 5 ഡിഗ്രിയും 0 ഡിഗ്രിയിൽ നിന്ന് സൗത്തിലേക്ക് 5 ഡിഗ്രിയുമാണ്. ടോട്ടൽ 10 ഡിഗ്രിയാണ് അതിൻ്റെ വ്യാപ്തി. As the air in this zone ascends on a large scale, winds are very feeble here. This pressure belt is also known as doldrum. Meaning of doldrum is the zone with no winds. The region was a nightmare for the ancient mariners. ഈ മേഖലയിൽ അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ മേഖലയിൽ വായു വൻതോതിൽ മുകളിലേക്ക് ചൂടേറ്റ് സൂര്യപ്രകാശത്തിൻ്റെ ചൂടേറ്റ് ഉയർന്നു പൊങ്ങുന്നതിനാൽ കാറ്റുകൾ വളരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഏരിയയെ ഡോൾഡ്രം എന്ന് വിളിക്കാറുണ്ട്. മാത്രമല്ല ഈ മേഖലകളിലൂടെ പണ്ടുകാലങ്ങളിൽ പായ്ക്കപ്പലുകളിൽ പോകുന്ന സഞ്ചാരികൾക്ക് നാവികർക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ കാറ്റുകളില്ലാത്ത മേഖലയിലെത്തിയാൽ അവർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തെ, അവരുടെ കപ്പലിൻ്റെ പ്രയാണത്തെ, സഞ്ചാരത്തെ അത് വലിയ തോതിൽ ബാധിച്ചിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റ് സമയത്ത് എത്തിച്ചേരാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. നെക്സ്റ്റ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. The hot air ascending from the equatorial low pressure belt cools gradually and subsides at the subtropical zone due to the rotation of Earth. മധ്യരേഖ പ്രദേശത്ത് നിന്ന് അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രദേശത്ത് നിന്ന് ചൂട് പിടിച്ച് ഉയർന്നു പോകുന്ന വായു ക്രമേണ തണുത്ത് ഭൂമിയുടെ ഭ്രമണത്താൽ റൊട്ടേഷൻ ഓഫ് ദ എർത്തിൻ്റെ ഇൻഫ്ലുവൻസാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് മേഖലയിലെത്തുമ്പോൾ താഴോട്ട് ഇറങ്ങുന്നു. ആയതിനാൽ ഈ മേഖലയിലുടനീളം ഹൈ പ്രഷറായി അനുഭവപ്പെടുന്നു. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയ ഒരു ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയയായി നിലകൊള്ളാൻ പ്രധാനപ്പെട്ട കാരണം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഏരിയയാണ്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയയുടെ മറ്റൊരു നാമമാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയക്ക് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന നാമം വന്നത് എന്ന് നോക്കാം. പണ്ട് കാലങ്ങളിൽ യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരുന്ന കാർഗോ കപ്പലുകളിൽ മുന്തിയ ഇനം കുതിരകളെ കൊണ്ടുപോയിരുന്നു. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഏരിയയിലെ കാറ്റുകൾ വളരെയധികം ഫീബിളാണ്. കാറ്റുകൾ ദുർബലമായതിനാൽ പായ്ക്കപ്പലുകൾക്ക്, ഈ കാർഗോ കൊണ്ടുപോകുന്ന പായ്ക്കപ്പലുകൾക്ക് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നേരാവണ്ണം സഞ്ചരിക്കാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആയതിനാൽ കപ്പലിൻ്റെ ഭാരം കുറക്കാൻ അവർ നിർബന്ധിതരാകും. അത്തരം സാഹചര്യത്തിൽ കപ്പലിൻ്റെ സഞ്ചാരം എളുപ്പമാക്കുന്നതിന് വേണ്ടി മുന്തിയ ഇനം കുതിരകളിൽ പലതിനെയും കടലിൽ ഉപേക്ഷിക്കുമായിരുന്നു അത്രേ. അങ്ങനെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ മേഖലയ്ക്ക് കുതിര അക്ഷാംശം അഥവാ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന പേര് വന്നത്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ ഗ്ലോബൽ പ്രഷർ ബെൽറ്റാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഈ ബെൽറ്റ് ധ്രുവത്തോട്, പോളിനോട് ചേർന്ന് കിടക്കുന്ന ബെൽറ്റാണ്. ഇതിൻ്റെ ഡിഗ്രി 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത്. As this zone is close to the pole, the air is colder here
though the cold air remains close to the earth. The air is thrown up due to the rotation of the earth in this belt area. As a result, low pressure is experienced all along the subpolar region. ധ്രുവത്തോട് അഥവാ പോളാർ റീജിയനോട് വളരെ അടുത്തായതിനാൽ ഈ മേഖല സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഏരിയയിലെ വായുവിന് തണുപ്പ് ഏറെയാണ്. തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും തണുപ്പേറിയാൽ വായുവിന് ഡെൻസിറ്റി കൂടും, ആയതിനാൽ അത് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല. ഈ മേഖലയിൽ തണുപ്പ് ഏറെ ആയതിനാൽ തണുത്ത വായു ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുമെങ്കിലും ഭൂമിയുടെ ഭ്രമണം എർത്തിൻ്റെ റൊട്ടേഷൻ മൂലം ഈ മേഖലയിലെ വായു മുകളിലേക്ക് ശക്തമായി ചുഴറ്റി എറിയപ്പെടുന്നു. ഇതുമൂലം സബ്പോളാർ റീജിയണിൽ ഉടനീളം ലോ പ്രഷർ ബെൽറ്റ് ആയി അനുഭവപ്പെടുന്നു, അഥവാ ന്യൂനമർദ്ദമായി അനുഭവപ്പെടുന്നു. ലോ പ്രഷർ വളരെ ശക്തമായി അനുഭവപ്പെടുന്നു. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ദിസ് സോൺ എക്സ്പീരിയൻസ് severe cold throughout the year. As a result, the air remains chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experienced here. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതിൻ്റെ ഡിഗ്രി 90 ഡിഗ്രി നോർത്ത് ആൻഡ് 90 ഡിഗ്രി സൗത്ത് ആണ്. ധ്രുവങ്ങളിലെ പോളാർ റീജിയണിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു തണുക്കുന്നതിനാൽ ഈ മേഖല സദാ ഹൈ പ്രഷർ ആയിരിക്കും. നമ്മുടെ ഭൂമിയിലെ വിവിധ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. Variations in the amount of solar energy received and the rotation of Earth contributes to the formation of different pressure belts around the Earth's atmosphere. The pressure belts shifts according to the apparent movement of the sun. The pressure belts shifts northward during the period of sun's northward progression, and it towards the south during the period of its southward progression. സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവുമാണ് വിവിധ തരത്തിലുള്ള പ്രഷർ ബെൽറ്റുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ രൂപീകരിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന അടിസ്ഥാനം. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് സൂര്യൻ്റെ സൺസ് അപ്പാരൻ്റ് മൂവ്മെൻറ്റിനനുസരിതമായി പ്രഷർ ബെൽറ്റുകളുടെ സ്ഥാനത്തിൽ മാറ്റമുണ്ടാകുന്നു. ദ പ്രഷർ ബെൽറ്റ് ഷിഫ്റ്റ്സ് നോർത്ത്വേർഡ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് സൺസ് നോർത്ത്വേർഡ് പ്രോഗ്രഷൻ ആൻഡ് ടുവാർഡ്സ് ദ സൗത്ത് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇറ്റ്സ് സൗത്ത്വേർഡ് പ്രോഗ്രഷൻ. അതായത് സൂര്യൻ്റെ സ്ഥാനം ട്രോപ്പിക് ഓഫ് ക്യാൻസറിനു നേർമുകളിലാണെങ്കിൽ പ്രഷർ ബെൽറ്റുകൾ നോർത്ത് വേർഡ് മൂവ്മെൻറ്റ് നടത്തും. പ്രഷർ ബെൽറ്റുകൾ നോർത്ത് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. നേരെ മറിച്ച് സൂര്യൻ്റെ സ്ഥാനം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേർമുകളിലാണെങ്കിൽ പ്രഷർ ബെൽറ്റുകൾ മൂവ്സ് ടു ദ സൗത്ത്. പ്രഷർ ബെൽറ്റുകൾ സൗത്ത് വേർഡ് മൂവ്മെൻറ്റ് നടത്തും എന്നാണ് മനസ്സിലാക്കാനുള്ളത്. അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് വിൻഡ്സ്. ഗ്ലോബൽ വേരിയേഷൻസ് ഇൻ ദ അറ്റ്മോസ്ഫറിക് പ്രഷർ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് വിൻഡ്സ്. ആഗോളതലത്തിൽ അന്തരീക്ഷമർദ്ദത്തിലെ അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷറിലെ ഏറ്റക്കുറച്ചിലുകൾ കാറ്റുകൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ദ എയർ ഫ്രം എ ഹൈ പ്രഷർ സോൺ ടു എ ലോ പ്രഷർ സോൺ ഈസ് കോൾഡ് വിൻഡ്. ഹൈ പ്രഷർ മേഖലയിൽ നിന്ന് ലോ പ്രഷർ മേഖലയിലേക്കുള്ള എയറിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റുകളാണ് കാറ്റ് എന്ന് വിളിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡ്സ് ഓൺ എർത്ത് സർഫസ്, ലൈറ്റ് ബ്രീസസ് ആൻഡ് സൈക്ലോൺസ്. പലതരത്തിലുള്ള കാറ്റുകൾ ഭൂമിയുടെ ഭൂമുഖത്തുണ്ട്.
ഇളങ്കാറ്റുകൾ മുതൽ കൊടുങ്കാറ്റുകൾ വരെ. ഫോർ എക്സാമ്പിൾ ഓക്കി, കത്രീന, എക്സെട്ര എക്സെട്ര. വിൻഡ്സ് ആർ നെയ്മഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിറക്ഷൻ ഫ്രം വിച്ച് ദേ ബ്ലൂ. കാറ്റുകൾക്ക് പേര് നൽകുന്നത് അവ ഏത് ദിശയിൽ നിന്ന് വീശുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫോർ എക്സാമ്പിൾ ദ സൗത്ത് വിൻഡ് ഈസ് ദ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ സൗത്ത്. തെക്കൻ കാറ്റ് എന്നാൽ തെക്കു ദിശയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. വിൻഡ്സ് ബ്ലോയിങ് ഫ്രം ദ സീ വിൽ ബി സാറ്റുറേറ്റഡ് വിത്ത് മോയ്സ്ചർ, whereas the moisture content will be less in the winds blowing from the drier region. കാറ്റ് ഉത്ഭവിക്കുന്ന പ്രദേശത്തിൻ്റെ സവിശേഷതകൾ കാറ്റിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് നീരാവി പൂരിതമായിരിക്കും. എന്നാൽ വരണ്ട പ്രദേശത്തു നിന്ന് വീശുന്ന കാറ്റുകളിൽ നീരാവിയുടെ അംശം കുറവായിരിക്കും. അതായത് ഒരു ഡെസേർട്ട് റീജിയനിൽ നിന്ന് വീശുന്ന കാറ്റാണെങ്കിൽ അത് വരണ്ട കാറ്റായിരിക്കും. മാത്രമല്ല ചൂട് വളരെയധികം കൂടുതലുമായിരിക്കും. The speed and direction of wind. The speed and the direction of winds are based on pressure gradient force, Coriolis force and friction. കാറ്റിൻ്റെ വേഗവും ദിശയും ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ആ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1 പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, 2 കൊറിയോലിസ് ഫോഴ്സ്, 3 ഫ്രിക്ഷൻ. പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്. Atmospheric pressure is not uniform everywhere on the Earth's surface. The change in pressure with horizontal distance is termed as pressure gradient. The pressure gradient is said to be steeper when the pressure difference is more. ചിത്രം 2.6ൻ്റെ അടിസ്ഥാനത്തിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് എങ്ങനെ കാറ്റിൻ്റെ വേഗത ദിശയെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് വിൻഡിൻ്റെ സ്പീഡ് ആൻഡ് ഡിറക്ഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നോക്കാം. ആസ് പെർ ഫിഗ് 2.6 ഫിഗ് 2.6 പ്രകാരം എ ബി എന്ന 2 ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഐസോബാറുകളാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്താണ് ഐസോബാറുകൾ? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഭാഗമാണ്. ഐസോബാർസ് ആർ ഇമാജിനറി ലൈൻസ് ജോയിനിങ് ദ പ്ലേസസ് ഹാവിങ് ദ സെയിം അറ്റ്മോസ്ഫിറിക് പ്രഷർ. സെയിം അറ്റ്മോസ്ഫിറിക് പ്രഷറുള്ള 2 പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരച്ചിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖകളാണ് ഐസോബാറുകൾ. ചിത്രം എ ആൻഡ് ബി. എ എന്ന ചിത്രത്തിലെ ഐസോബാറുകൾ വളരെ അടുത്താണ് നിലകൊള്ളുന്നത്. ചിത്രം ബിയിലെ ഐസോബാറുകൾ വളരെ അകലം പ്രാപിച്ചിട്ടുണ്ട്. ആയതിനാൽ ചിത്രം എയിലെ പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് വളരെയധികം കൂടുതലാണ്. ആയതിനാൽ ഇവിടെ കാറ്റിൻ്റെ വേഗത വളരെയധികം കൂടുതലാണ്. നേരത്തെ നമ്മൾ പഠിച്ചതാണ്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ ആ മേഖലയിൽ കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. ചിത്രം ബിയിൽ ഐസോബാറുകൾ വളരെ അകന്നാണ് നിലകൊള്ളുന്നത്. ആയതിനാൽ പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് കുറവാണ്. ആയതിനാൽ കാറ്റിൻ്റെ വേഗത കുറവായിരിക്കും. കൊറിയോലിസ് ഫോഴ്സ്. ഫ്രീലി മൂവിംഗ് ബോഡീസ് get deflected to the right in the northern hemisphere and to the left in the southern hemisphere due to a force generated as a result of Earth's rotation. This is known as the Coriolis force. ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം അഥവാ റൊട്ടേഷൻ നിമിത്തം നോർത്തേൺ ഹെമിസ്ഫിയറിൽ സഞ്ചാരദിശക്ക് വലതുവശത്തേക്കും സതേൺ ഹെമിസ്ഫിയറിൽ സഞ്ചാരദിശക്ക് ഇടതുവശത്തേക്കും വ്യതിചലനമുണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെ വിളിക്കുന്ന പേരാണ് കൊറിയോലിസ് ബലം. ദിസ് ഫോഴ്സ് ഇൻക്രീസസ് ഇറ്റ്
ആസ് ഇറ്റ് മൂവ്സ് ടുവാർഡ്സ് ദ പോൾസ് ഫ്രം ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് നോർത്ത് ഭാഗത്തേക്ക്, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും സതേൺ ഹെമിസ്ഫിയറിലേക്കും പോകുന്തോറും കൊറിയോലിസ് ഫോഴ്സ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. കൊറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റുകളുടെ സഞ്ചാരദിശക്ക് വലതുവശത്തേക്കും സതേൺ ഹെമിസ്ഫിയറിൽ കാറ്റുകളുടെ സഞ്ചാരദിശക്ക് ഇടതുവശത്തേക്കും വ്യതിചലനമുണ്ടാകുന്നു എന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. ഈ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വികസിപ്പിച്ച നിയമമാണ് ഫെറൽ ലോ. Admiral Farrell found out the winds in the northern hemisphere deflect towards their right and those in the southern hemisphere deflect towards their left due to the Coriolis effect. The law put forward by him on the basis of this is known as Farrell's law. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണിത്, കൊറിയോലിസ് ഫോഴ്സ്. 3 മുതൽ 4 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന്, ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫ്രിക്ഷൻ വിൻഡിൻ്റെ സ്പീഡിനെയും ഡിറക്ഷനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറവാണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് വളരെയധികം കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ കൂടുതലാണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് കുറവുമായിരിക്കും. ഇവിടെ ചിത്രം 2.8 പ്രകാരം ഫ്രിക്ഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഫിഗർ 2.8 പ്രകാരം ഒന്നാമത്തെ ചിത്രം സൂചിപ്പിക്കുന്നത് ഓഷ്യൻ സർഫസ് ആണ്. ഓഷ്യൻ സർഫസിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ വിൻസിന് ഫ്രിക്ഷൻ ലെസ് ആണ്. ആയതിനാൽ വിൻസിൻ്റെ സ്പീഡ് വളരെയധികം കൂടുതൽ ആയിരിക്കും. യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ കാറ്റുകൾക്ക് മുന്നോട്ട് പോകാൻ ഓഷ്യൻ സർഫസ് അതുപോലെ തന്നെ വിജനമായ പ്രദേശങ്ങളിൽ സാധിക്കും. എന്നാൽ രണ്ടാമത്തെ ചിത്രം സൂചിപ്പിക്കുന്നത് ദുർഘടമായ ഒരു ഭൂപ്രകൃതിയാണ്. ഒരു വലിയ പർവ്വതങ്ങൾ, വലുതും ചെറുതുമായ പർവ്വതങ്ങൾ ചേർന്നെടുക്കുന്ന ഒരു ദുർഘടമായ ഒരു ഏരിയയാണ്. അവിടെ ഫ്രിക്ഷൻ വളരെയധികം കൂടുതലാണ്. ആയതിനാൽ വിൻഡിൻ്റെ സ്പീഡ് വളരെയധികം കുറവായിരിക്കും. ഫ്രിക്ഷൻ ലെസ് ആണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് വളരെയധികം കൂടുകയും ഫ്രിക്ഷൻ ഈസ് ഹൈ, ദ വിൻഡ് സ്പീഡ് ഈസ് ലോ. ഫ്രിക്ഷൻ കൂടുകയാണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് ലോ ആകും. ഫ്രിക്ഷൻ ലെസ് ആണെങ്കിൽ വിൻഡിൻ്റെ സ്പീഡ് ഹൈ ആവുകയും ചെയ്യുന്നു.